ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇന്നത്തെ ഒരു ഇന്നത്തെ യാത്ര എങ്ങോട്ടുള്ളതാണ്? മണർകാട് പള്ളിയിലോട്ട്. ഇത് നമ്മൾ തീർത്ഥാടനം മാതിരിയുള്ള ഒരു ചെറിയ യാത്രയാണ്. അത് കൊടുമണ്ണൂന്ന്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ പോകുന്ന വഴിക്ക് കാണാം, കാര്യങ്ങളൊക്കെ അറിയാം, വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ട്. അപ്പം ഗൈസ്, നമുക്കാണെങ്കിൽ കൊടുമണ്ണല്ലായിരുന്നു, പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു ഓട്ടം. അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളാണെങ്കിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇനിയും വിശക്കുന്നു. അമ്മമാർ 2 മണി മുതൽ ചിക്കൻ ബിരിയാണി തരുമോ ഞങ്ങൾക്ക്? ഇതുവരെയായിട്ടും എത്തിച്ചിട്ടില്ല. അമ്മമാർ വാങ്ങിക്കാൻ പോയമാർ എവിടെ 3:55 സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ. നേർച്ചക്കഞ്ഞെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. ഈ 4 മണിക്ക് അല്ല, അവിടെ പള്ളിയിൽ വന്നപ്പോൾ പോയായിരുന്നു, നേർച്ചക്കഞ്ഞി കുടിക്കായിരുന്നു. പൊറോട്ട ആ സമയത്ത് കുതിർന്നില്ല. ഇതിൽ വന്ന് കിടന്ന് ഉറങ്ങിയ സ്ഥലം അടിപൊളി സ്ഥലമായിരുന്നു. അന്നപ്പം ഭയങ്കര വെയിലായിരുന്നു. വണ്ടി അകത്ത് കയറ്റി കഴിഞ്ഞാൽ ഇറക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സ്ഥലമൊക്കെ ഉണ്ടല്ലോടാ, മൊത്തം സ്ഥലമുണ്ട്. ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു, ഗേറ്റിൻ്റെ അവിടെ ബ്ലോക്ക് ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഉച്ചഭക്ഷണം വൈകുന്നേരം ആയിപ്പോയി. ഒരു വൈബിന് വേണ്ടി കയറിയിരുന്നേ മോളി. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു. ഞങ്ങൾ ഏകദേശം ഒരു 6:30 6:45 ആയപ്പോഴത്തേനും വണ്ടി എടുത്തു. അപ്പോൾ അവിടെ നേരെ പുതുപ്പള്ളി ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യാത്രയിൽ പറയാനുള്ളത്, നമുക്ക് ഈ ട്രിപ്പ് തന്നത് വിനായക ട്രാവൽസാണ്. അവിടുത്തെ സ്റ്റാഫുകളോടും
എല്ലാം ഒത്തിരി നന്ദി അറിയിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് 8 നോയമ്പിൻ്റെ ലാസ്റ്റ് ദിവസം 8-ാം നാളായതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ലാസ്റ്റ് പരിപാടിയായിരുന്നു പള്ളിയിൽ. അപ്പം അതിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഞങ്ങളുടെ വണ്ടിക്ക് ഓടാൻ. അതുകൊണ്ട് കോന്നിയിലെ കരിയാട്ടം ഇന്ന് വേടം വരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേ വിനായകയ്ക്ക് വേറൊരു ട്രിപ്പ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ട്രിപ്പിന് പോയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 7 മണിയായപ്പോഴത്തേനും വണ്ടി എടുത്തു. പക്ഷേ വരുന്ന വഴിക്ക് അവിടെ എവിടെയെല്ലാം നിർത്തി. പിന്നെ എനിക്ക് ഇടയ്ക്ക് പുതുപ്പള്ളി കയറണമായിരുന്നു. അവിടെ 4 പേർക്ക് മാത്രം പള്ളിയിൽ പോയാൽ ബാക്കിയുള്ളവരാരും പോയില്ല. എല്ലാവരും യാത്രാക്ഷീണമാണ്, നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നു. ബാക്കി 4 പേര് പോയി. ഞങ്ങൾ പോയി ഒരു വെള്ളമൊക്കെ കുടിച്ച് ചായ കുടിച്ചു തിരിച്ച് വന്നു. അപ്പോഴേക്കും അവരും പള്ളിയിൽ കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ചു. സന്ദർശനമൊക്കെ കഴിഞ്ഞ് ആ 4 പേരും തിരിച്ച് വണ്ടി കയറ്റി. വീണ്ടും അവരെ കയറ്റി ഞങ്ങൾ നേരെ അടൂരേക്ക് യാത്ര. തിരുവല്ല മെയിൻ റോഡിൽ കയറിയപ്പോഴേക്കും പിന്നെ ഡാൻസൊക്കെ ആയി, പാട്ടൊക്കെ ആയി. എല്ലാവരും ഒരു ചായയൊക്കെ അടിച്ചതിൻ്റെ പവറൊക്കെ ആയിരിക്കുക. അടിച്ച് പൊളിച്ച് വന്നിറങ്ങി. എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പം അടുത്ത ട്രിപ്പ് നമുക്ക് തന്നെ തരാമെന്ന് പറഞ്ഞ് ഇറക്കിയപ്പോഴേക്കും ഞങ്ങൾ വോക്കലൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷെഡിലേക്ക് മടങ്ങി.